എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട കുറച്ച് സ്വഭാവങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യമാണ് ഗോസിപ്പ്. ഗോസിപ്പ് പറയുന്നതും കേൾക്കുന്നതും ഒക്കെ ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്നത് മാത്രമല്ല, നമ്മുടെ വാല്യൂ കുറയ്ക്കുകയും ചെയ്യും. ആളുകളുടെ ഇടയിൽ നമ്മളെ വളരെ മോശപ്പെട്ട ആളായിട്ടാണ് ആളുകൾ കാണുന്നുണ്ടായിരിക്കുക. നമ്മൾ ഗോസിപ്പ് പറയുമ്പോൾ ആൾക്കാർക്ക് അത് കേൾക്കാൻ ഇഷ്ടമുണ്ടായിരിക്കും. അതുപോലെ തന്നെ അവർ പറയുമ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും അവർക്ക് ഇഷ്ടമുണ്ടായിരിക്കും. പക്ഷെ അവരുടെ മനസ്സിൽ നമ്മളെപ്പറ്റി വളരെ മോശം ഇമേജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് കഴിയുന്നതും ഗോസിപ്പ് ആരെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ അവിടുന്ന് ഒഴിവാവാൻ ശ്രമിക്കുക. അത് കൂടുതൽ കേട്ടുകൊണ്ടിരിക്കാൻ ശ്രമിക്കാതിരിക്കുക, അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുക, ഒരുപാട് എൻ്റർടൈൻ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ആരെങ്കിലുമൊക്കെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ അത് പറയാതിരിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും മോശപ്പെട്ട കാര്യമാണെങ്കിൽ അത് പറയാതിരിക്കാൻ ശ്രമിക്കുക. എന്തിനാണ് നമ്മളായിട്ടൊരു പബ്ലിസിറ്റി കൊടുക്കുന്നത് വേറെ ആളുടെ ഇമേജ് മോശമാക്കാനായിട്ട്? അപ്പോൾ കഴിയുന്നതും ഗോസിപ്പ് പറയാതെയും അതിനെ പറയുന്നവരെ എൻ്റർടൈൻ ചെയ്യാതിരിക്കുകയും ചെയ്യുക. പിന്നെ രണ്ടാമത് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു സ്വഭാവമാണ് ലേസിനെസ്. ഒരുപാട് മടിയുള്ള ആളുകളാണെങ്കിൽ അതെങ്ങനെയെങ്കിലുമൊക്കെ മാറ്റാൻ ശ്രമിക്കുക. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ എല്ലാം മടിച്ചിട്ട് അതെല്ലാം മാറ്റി വയ്ക്കുന്നതിന് പകരം ഇങ്ങനെ ഈസിയായ കാര്യങ്ങൾ ആദ്യം ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം ആദ്യം ചെയ്യുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ പ്രൊക്രാസ്റ്റിനേഷൻ, ലേസിനെസ് ഒക്കെ മാറ്റാൻ ശ്രമിക്കുക. എപ്പോഴും മടി പിടിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിനെ ഒരുപാട് മറ്റുള്ള ആളുകൾക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരുപാട് പിന്നോട്ട് പോകാൻ ഇത് കാരണമായി തീർന്നേക്കാം. അതുകൊണ്ട് മടി ഉണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലുമൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. നമുക്ക് എല്ലാവർക്കും ഒരു ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. അപ്പോൾ മടി പിടിച്ചിട്ട് നമ്മൾ ആ സമയത്തിനെ പാഴാക്കി കളയാതിരിക്കുക. ഓരോ ദിവസവും ഉറങ്ങി എണീക്കുന്നത് എന്തെങ്കിലും ഒരു പർപ്പസോടെ ആയിരിക്കണം. ഇന്ന് എനിക്ക് ഇന്നത് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയോട് കൂടി എഴുന്നേക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുറേയൊക്കെ ഈ മടി ഒഴിവാക്കാൻ കഴിഞ്ഞേക്കും. എപ്പോഴും എണീക്കുമ്പോഴേ നമ്മളൊരു പർപ്പസ്ഫുള്ളായിട്ട് എഴുന്നേൽക്കുക. ഇന്ന് എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇതിൽ ആദ്യം ഞാൻ ഇന്ന കാര്യം ചെയ്യും എന്നൊക്കെ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് എഴുന്നേൽക്കാൻ ശ്രമിക്കുക. രാത്രി കിടക്കുന്നതിന് മുമ്പേ നമ്മൾ പ്ലാനഡ് ആയിരിക്കണം നാളെ എന്തൊക്കെ ചെയ്യുന്നു. പിന്നെയുള്ളൊരു കാര്യമാണ് സെൽഫിഷ്നെസ്. ഒരുപാട് സ്വാർത്ഥരായിട്ട് ജീവിക്കാതിരിക്കുക. ഈ ഭൂമി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമൂഹിക ജീവിയാണ്. നമ്മൾ മാത്രമല്ല ഇവിടെ ജീവിക്കുന്നത്, നമുക്ക് ചുറ്റും ആളുകളുണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ നീഡ്സ് ഉണ്ടായിരിക്കും, അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ആവശ്യമായിരിക്കും. അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുകയും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക. നമ്മുടെ കാര്യം കൂടി മറന്ന് മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറി ഇടപെടണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ കഴിയുന്നതും ആളുകൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക. നമ്മൾ എപ്പോഴാണ് യൂസ്ഫുൾ അല്ലാതാകുന്നത്, ആർക്കും ഒരു ഉപകാരം ഇല്ലാതാവുന്നത്, അപ്പോൾ നമ്മൾ മരിച്ചു എന്നാണ് പറയുക. അങ്ങനെ ആർക്കും ഉപകാരമില്ലാതെ വളരെ സ്വാർത്ഥരായിട്ട് ജീവിക്കാതിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ആളുകളെ സമീപിക്കുകയും നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ അവർക്ക് ആവശ്യമുള്ളപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരിക്കുക. അതുപോലെ നമുക്കൊരു ആവശ്യമില്ലെങ്കിൽ ആരോടും മിണ്ടാതിരിക്കുക. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാണ്ടിരിക്കുക. കഴിയുന്നതും മറ്റുള്ളവർക്ക് യൂസ്ഫുള്ളായ ഒരു ജീവിയായിരിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു സംഭവമാണ് മെറ്റീരിയലിസം എന്ന് പറയുന്നത്. ഒരുപാട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ മേടിച്ചു കൂട്ടുക, അതിനുവേണ്ടി ഒരുപാട് കാശ് ചിലവാക്കി കളയുക. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൂടുമ്പോൾ അത് മേടിക്കുമ്പോഴുള്ള സന്തോഷമേ നമുക്ക് ഉണ്ടായിരിക്കുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അതിനോടുള്ള താല്പര്യം നമുക്ക് നഷ്ടമാവും. അപ്പോൾ മെറ്റീരിയലിസ്റ്റിക്കായ സംഭവങ്ങളിൽ സന്തോഷം കണ്ടെത്താതിരിക്കാൻ ശ്രമിക്കുക. അല്ലാതെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അല്ലാതെ ഒരുപാട് സാധനം മേടിച്ച് കൂട്ടുമ്പോൾ, ഒരുപാട് വില കൂടിയ സാധനങ്ങൾ മേടിക്കുമ്പോൾ, അല്ലെങ്കിൽ എണ്ണം കൂടുമ്പോൾ അതിലൊക്കെ ആ കിട്ടുന്ന സമയത്തുള്ള സന്തോഷം അത് വളരെ കുറച്ച് സമയത്തൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. നമുക്ക് പെർമനൻ്റായ ഒരു സന്തോഷം തരാൻ അതിനൊരിക്കലും കഴിയില്ല. പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു മോശപ്പെട്ട സ്വഭാവമാണ് ആങ്കർ. ഒരുപാട് ദേഷ്യം വരുന്നത്. നമുക്ക് ദേഷ്യത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ ഇല്ലാതെയാവും. നമ്മുടെ ജീവിതം വളരെയധികം ഈ ദേഷ്യം കൊണ്ട് മാത്രം ഒരുപാട് പ്രശ്നങ്ങളിൽ നമ്മൾ ചെന്നപ്പെടും. ഒരുപാട് നല്ല ബന്ധങ്ങൾ നമുക്ക് ഇല്ലാതെയാവും. ആളുകൾ നമ്മളോട് അടുത്ത് ഇടപഴകാൻ മടിക്കും. നമ്മളുമായിട്ടുള്ളൊരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ ആളുകൾക്ക് ഇഷ്ടമുണ്ടായിരിക്കില്ല. നമ്മൾ മാത്രമല്ല ഈ ദേഷ്യം കൊണ്ട് ബുദ്ധിമുട്ടുക, നമ്മുടെ ചുറ്റും ജീവിക്കുന്നവർ, നമ്മുടെ കൂടെയുള്ളവർ എല്ലാവരും ഇതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ ഈ മോശപ്പെട്ട സ്വഭാവം, പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ ഉണ്ട്. അതെന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു സ്വഭാവമാണ് അസൂയ.
മറ്റുള്ളവരോട് നമുക്ക് അസൂയ വരുന്നത് അവരുമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിനെ കമ്പയർ ചെയ്യുമ്പോഴാണ്. അയ്യോ അവർക്ക് അതുണ്ട് എനിക്കതില്ല, അവർക്ക് ഇത്ര കാര്യങ്ങൾ ഇത്ര ചെറുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റി, അയ്യോ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ മറ്റുള്ളവരായിട്ടുള്ള കമ്പാരിസണിൽ നിന്നാണ് ഈ അസൂയ എന്നുള്ള വികാരം ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് സന്തോഷമില്ലായ്മ നമ്മുടെ ജീവിതത്തിൽ തുടർന്നുകൊണ്ട് പോകാനാണ് ഈ അസൂയയും കൊണ്ട് ഉപകാരപ്പെടുള്ളൂ. നമ്മൾ എത്ര തന്നെ മുന്നോക്കം വന്നാലും നമ്മളെക്കാൾ മികച്ച രീതിയിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ അസൂയപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതിന് പകരം എപ്പോഴും മറ്റുള്ളവരെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക. അയ്യോ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരെന്തൊക്കെയാണ് മേടിക്കുന്നത്, അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതിനെ പറ്റി നമ്മളെപ്പറ്റി ചിന്തിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല, നമ്മുടെ ജീവിതത്തിലൊരു ഗ്രോത്തും ഉണ്ടായിരിക്കില്ല. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടിയിട്ടും അവരുടെ വാലിഡേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമുക്ക് അധികവും ഈ അസൂയ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ കമ്പയർ ചെയ്യുന്നത്. അവരെയൊക്കെ മികച്ചതാവണം, മറ്റുള്ളവർ അവരെ ബഹുമാനിക്കുന്നതിനെ കൂടുതൽ നമ്മളെ ബഹുമാനിക്കണം, ഇങ്ങനെ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവുക. ഈ അസൂയയുടെ പുറത്ത് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ പുറത്തുനിന്നുള്ള വാലിഡേഷന് ശ്രമിക്കാതെ മറ്റു ആളുകളെ പറ്റി ചിന്തിക്കാതെ നമ്മുടെ ജീവിതം നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മുടെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ശ്രമിക്കുക, മറ്റുള്ളവരുടെ വാലിഡേഷന് ശ്രമിക്കുന്നതിന് പകരം.